And my first question to you is this: have you removed all references about the banning of the RSS, and is that your attempt to protect the RSS and push a political agenda? And the state government is all set to change the name of Allahabad district to Prayagraj. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി എന്ന് ചിലർ പറയാറുണ്ട്. സേയിങ് തിങ്സ് ഇൻ സംവൺസ് പെർസ്പെക്റ്റീവ്. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി ആൻഡ് അവർ സ്റ്റോറി ടു. ഇന്നലകളിലേക്കുള്ള രാജപാതയാണ് ചരിത്രം. ചരിത്രത്തെ അഭിമാനത്തോടെ സ്മരിക്കുകയും മുൻകാല തിരിച്ചടികളെ വേണ്ട വിധത്തിൽ പരിഹരിക്കുകയും വേണം. ചരിത്രത്തെ തിരസ്കരിക്കുകയല്ല, മറിച്ച് സ്വീകരിക്കുകയാണ് വേണ്ടത്. ചരിത്രത്തെ ഭയക്കുന്നവർ ചരിത്രത്തിനു പിന്നിലെ തങ്ങളുടെ കാപട്യം വെളിവാകുന്നതിനെ വെറുക്കുന്നവരാണ്. ചരിത്രത്തിലേക്കുള്ള കടന്നുകയറ്റം പണ്ടുകാലം മുതൽക്കേയുള്ളതാണ്. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന രാജാക്കന്മാർ ആദ്യമായി നശിപ്പിച്ചിരുന്നത് നാടിൻ്റെ ചരിത്ര സ്മാരകങ്ങളും ശേഷിപ്പുകളുമാണ്. ബഗ്ദാദ് ആക്രമിച്ച മംഗോളുകൾ ആദ്യം തകർത്തത് ലക്ഷക്കണക്കിന് അമൂല്യമായ രചനകൾ ഉൾക്കൊണ്ട ബൃഹത്തായ ബഗ്ദാദിലെ ഗ്രന്ഥശാലയായിരുന്നു. അതിലൂടെ ഒരു സമൂഹത്തെ ആകെ 500 വർഷം പിറകിലേക്കാണ് അവർ തള്ളിയിട്ടത്. ചരിത്ര സൂക്ഷിപ്പുശാലകൾക്കും സ്മാരകങ്ങൾക്കും ശേഷം ഒരു സമൂഹത്തെ ഇരുട്ടിലാക്കാനുള്ള അടുത്ത മാർഗം നാളെകളെ ഇല്ലാതാക്കലാണ്. പുതുതലമുറയാണ് നമ്മുടെ നാളെകൾ. വർത്തമാനകാലത്തിലേക്ക് വന്നാൽ നാം സാക്ഷ്യപ്പെടുത്തുന്നതും അതുതന്നെ. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഫലസ്തീന് നഷ്ടപ്പെട്ടതും ഇസ്രായേൽ നശിപ്പിച്ചതും ഫലസ്തീൻ്റെ പ്രതീക്ഷകളുടെ നാളെകളാണ്. ഓർമ്മ നിറക്കുന്ന ചരിത്രങ്ങളും പ്രതീക്ഷ നൽകുന്ന ഭാവികളുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യർക്ക് ജീവിക്കാൻ ഓർമ്മകളില്ലെങ്കിൽ പിന്നീടെന്ത്? ഭാരതം സ്വതന്ത്രമായിട്ട് 76 വർഷങ്ങൾ പിന്നിടുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധം ഫാഷിസം തീന്മേശയിൽ വരെ കടന്നു കയറിയിരിക്കുന്നു. അവർ മെനയുന്ന കഥകൾ നുണയുടെ പുകമറ തീർത്ത് സത്യമാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്നു. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ച് പ്രീണന നയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുമ്പോൾ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെടുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളാണ്. ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജാക്കളെയാകെ നെഗറ്റീവ് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങളായി പുതിയ തിരക്കഥ മെനയുകയാണ് അണിയറയിൽ ചിലർ. അവർ നൽകിയ സംഭാവനകളെയാകെ തിരസ്കരിച്ച് അവരുടെ സ്മരണകൾ ഉന്മൂലനം ചെയ്യുകയാണ് ഫാസിസ്റ്റ് താൽപ്പര്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധ സ്ഥലനാമങ്ങൾ തിരുത്തുന്നതിലൂടെ അവരതിൽ ഭാഗികമായെങ്കിലും വിജയിച്ചു എന്ന് പറയേണ്ടി വരും. Chief Minister Yogi Adityanath has announced that the state government is all set to change the name of Allahabad district to Prayagraj. ഗുരുഗ്രാമമായി മാറിയ ഗുർഗാവോണും അയോധ്യയായി മാറിയ ഫൈസാബാദും പ്രയാഗ്രാജായി മാറിയ അലഹബാദും ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം. രാഷ്ട്രപതിയുടെ മുഗൾ ഉദ്യാനം അമൃത് ഉദ്യാനമായി മാറിയതിലെയും ഉദ്ദേശം മുഗൾ ചരിത്രത്തിൻ്റെ തുടച്ചു നീക്കലാണ് എന്ന് വ്യക്തം. വിദ്യാർത്ഥി മനസ്സുകളിൽ നിന്നുള്ള ചരിത്രത്തിൻ്റെ തുടച്ചു നീക്കൽ രാജ്യത്തിൻ്റെ ആകെ അസ്തിത്വത്തിൻ്റെ അടിവേരിളക്കുന്നതാണ്. ടിപ്പുവിനെയും ഹൈദരലിയെയും മൗലാന ഷൗക്കത്ത് അലിയെയും മുഹമ്മദ് അലിയെയുമെല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിച്ചുരുക്കി അവസാനം ദേശീയ ഉന്നത വിദ്യാഭ്യാസ സിലബസിൽ നിന്നും നീക്കം ചെയ്യുക വരെയുണ്ടായി. Coming in, the CBSE has made changes. They've dropped chapters about democracy and diversity, the rise of Islamic empires in Afro-Asian territories, the chronicles of Mughal courts and poems by Urdu poet Faiz Ahmad Faiz as part of their syllabus for 2022-23 academic session. The excluded chapters also include topics like non-aligned movement, the Cold War era and the Industrial Revolution. ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് ഉണർന്നെഴുന്നേറ്റിട്ട് 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇപ്പോഴും മനസ്സ് അടിമത്തം നിറഞ്ഞ പണയപ്പെടുത്തലുകൾക്ക് ഉപഭോഗ വസ്തുക്കളാക്കി മാറ്റിയ ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്ത് അധിവസിക്കുന്നു. അവർ ചരിത്രത്തെ വല്ലാതെ ഭയപ്പെടുന്നു.
ഹിസ്റ്ററി എന്നത് അവർക്ക് മാത്രം താല്പര്യപ്പെടുന്ന ചില ഹിസ്സുകളുടെ സ്റ്റോറി മാത്രമാക്കാൻ അവർ വളരെ കഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി പാതുകങ്ങൾ നക്കുന്ന മഹത്തായ പ്രവർത്തികൾ അപദാനങ്ങളോടെ വാഴ്ത്തുന്നവരുടെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു. ചരിത്രത്തെ മാത്രമല്ല, ശാസ്ത്രത്തെയും വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളുടെയും മേൽ തങ്ങളുടെ ദുരുപദിഷ്ടമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ നടക്കുന്നു. ഓർക്കുക, നാളെ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോകുന്ന നമ്മുടെ ഓർമ്മകളിലും കളങ്കങ്ങൾ അവർ എഴുതിച്ചേർത്ത് കൂടായികയില്ല. കൂട്ടിച്ചേർത്തേക്കാം പുതിയ ചിഹ്നങ്ങളും മുദ്രകളും. അവർ ആരോപിച്ചേക്കാം വിഭാഗീയതയുടെ പുതിയ വരമ്പുകൾ. ജാതിമത വർഗവർണ്ണ കുലഗോത്രങ്ങൾക്കതീതമായി സമരം ചെയ്യുക എന്നതിന് അവർക്ക് അർത്ഥമറിയില്ലല്ലോ. ഓർമ്മിക്കുക, ചരിത്രം ഒരു സ്വാർത്ഥവാഹക സംഘമാണ്. നായ്ക്കൾ കുരക്കും, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട് കുതിക്കും.